നമസ്തേ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളുമായിട്ട് നമ്മൾ 5 മിനിറ്റ് ഒപ്പം ഇരുന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ 10 മിനിറ്റ് സംസാരിച്ചിട്ടുള്ളെങ്കിലും വളരെയധികം എനർജി നമുക്ക് ഡ്രെയിൻ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ ദുഃഖിതരാകും, ചിലപ്പോൾ നമ്മൾ ടയേർഡായിട്ടുള്ളതുപോലെ തോന്നും, ചിലപ്പോൾ നമ്മൾ ആൻഷ്യസ് ആയിട്ട് മാറും, ചിലപ്പോൾ നമ്മൾ ദേഷ്യമുള്ളവരായിട്ട് മാറും. അപ്പോൾ വേറൊരാളുടെ ഇൻഫ്ലുവൻസ് നമ്മളെ അതിശക്തമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ടുള്ള വ്യക്തിയുടെ ഇമോഷൻ, അയാളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഏതാണോ അത് ചില സമയത്ത് നമ്മൾക്ക് മിററിംഗ് പോലെ പ്രതിഫലിക്കും, അല്ലെങ്കിൽ അതേ ഇമോഷൻസ് തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻസ് കണ്ടേജിയസ് ആണ് എന്നുള്ളതാണ്. ഇമോഷൻസ് ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് പകരും എന്നുള്ളതാണ്. അതായത് എനർജറ്റിക് ലെവലിൽ നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണിത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചില ആളുകളെ കാണുന്ന സമയത്ത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ റീസൺ ഇതാണ്. അടുത്തതായിട്ടുള്ള ആളുകൾ, നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കംപ്ലൈൻറ്റ് പറയുന്ന ആൾക്കാരാണ്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ആളുകളാണ്, മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പുകൾ പറയുന്ന ആളുകളാണ്, മറ്റുള്ളവരോട് അസൂയ പൂണ്ടുള്ള വർത്തമാനങ്ങൾ പറയുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരം തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഹെവിനെസ് ആയിട്ട് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും നമ്മൾ ഒന്നുകിൽ അവർ സംസാരിക്കുന്ന വിഷയത്തിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടു പോവുക, ഇനി അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതിയെ അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് നമ്മുടെ ഇൻറ്റ്യൂഷൻ വാണിംഗ് തരുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ ഇൻറ്റ്യൂഷൻ തന്നെ നമ്മുടെ എനർജീനെ ചിലപ്പോൾ ഡ്രെയിൻ ചെയ്യിക്കുമെന്നുള്ളതാണ്. അതായത് ഈ വ്യക്തിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ലതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോധമനസ്സിന് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ, നമ്മുടെ ഗട്ട് ഫീലിംഗ് നമ്മുടെ ശരീരത്തിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ ഗട്ട് ഫീലിംഗ് ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള എഫക്റ്റുകൾ ഉണ്ടാകും. അസ്വസ്ഥത, കൺഫ്യൂഷൻ, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള മൂഡ് ചേഞ്ച്, ഇതുപോലെയൊക്കെയാണ് ബോഡിയിൽ കൂടി ഇൻറ്റ്യൂഷൻ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സർട്ടൻ ആളുകളുമായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷനെയും കൂടി ഒന്ന് ശ്രവിക്കണം. നമ്മൾ എടുത്തു ചാടി അവരുമായിട്ട് ഇടപാടുകൾക്ക് പോകരുത് എന്നുള്ളതാണ്. ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംപതി, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എംപതി, നല്ല രീതിയിൽ എംപതിയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള ആളുകളെയും ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എനർജി ഡ്രെയിൻ ആകുന്നത് പോലെ ആ സമയത്ത് നമുക്ക് തോന്നും. കോൺസ്റ്റന്റ് അറ്റൻഷൻ, ഇമോഷണൽ ഡ്രാമ, മാനിപ്പുലേഷൻ, വാലിഡേഷൻ. ചില ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ വാലിഡേഷൻ നമ്മുടെ അടുത്തു നിന്ന് കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ അവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്തുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വേറെ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എപ്പോഴും അതങ്ങനെയല്ലേ, അതിങ്ങനെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സംസാരത്തിലൂടെയും പ്രവർത്തികളിലൂടെയും ഡ്രാമ കൊണ്ടുവരുന്നതായിട്ടുള്ള ആളുകൾ വാലിഡേഷൻ നമ്മളിൽ നിന്ന് എടുക്കുന്നത് വഴി നമ്മുടെ എനർജി ഊറ്റിയെടുക്കും എന്നുള്ളതാണ്. ഈ ലക്ഷണങ്ങളൊക്കെ ഒരുമിച്ച് വരുന്ന ചില വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ടൊരു കണക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ ഗുണവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എല്ലായിടത്തും നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരെയും വെറുക്കണമെന്നുള്ളതല്ല. നമ്മൾ ആത്മീയമായിട്ട് ശക്തരാകുക, നമ്മളുടെ ബൗണ്ടറി സ്ട്രോങ് ആയിട്ട് വെക്കുക, നമ്മൾ അസർട്ടീവ് ആകുക, യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും നമുക്ക് പറയാനായിട്ട് സാധിക്കുക, നമുക്ക് നമ്മുടെ എനർജിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പം നമ്മൾക്ക് വിട്ടുപോകാൻ പറ്റാത്ത ചില ബന്ധങ്ങളിൽ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഒത്തിണങ്ങിയ ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, പരമാവധി ചില ബന്ധങ്ങൾ നമ്മൾ അവിടുന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകാം. പക്ഷെ ചില സമയത്ത് അങ്ങനെയല്ല. ചിലപ്പോൾ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത എന്ത് രീതിയിലുള്ള ബന്ധമായിക്കോട്ടെ. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനെ ബന്ധത്തിന് വേറൊരു ഡീപ്പായിട്ടുള്ള അർത്ഥവും കൂടെയുണ്ട്. അത് പ്രപഞ്ചം കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കർമ്മത്തിൻ്റെ ചില കെട്ടുപാടുകൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈസിലി രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ എന്തോ ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവിടെ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മളാണ് അതിൻ്റെ പ്രധാന ആൾ. ഒരാൾ നമ്മളെ പറ്റിച്ചു എന്ന് പറയുകയാണെങ്കിൽ, നമ്മളെ ഉപയോഗിച്ചു എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു കഴിവ് നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇൻസൈറ്റ് പകരാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സന്ദേശമായിരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്തേ.